نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يحب التوابين ويحب المتطهرين പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെട്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്. കൊറോണയുടെ വലിയ ഒരു പരീക്ഷണത്തെ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണിത്. രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ അപകടങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകേണ്ടി വരും എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് മരണം എത്തിക്കഴിഞ്ഞു. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇറ്റലിയിൽ ഒറ്റ ദിവസം കൊണ്ട് 500 പേരാണ് ഒരു ദിവസം കൊണ്ട് മരണപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നത് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 200 അടുത്ത ആളുകൾ ഇന്ത്യയിൽ തന്നെ മരണപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ നിരീക്ഷണത്തിലുമാണ് എന്നത് നമ്മൾ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. സർക്കാർ ഇത് തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല. സർക്കാരിൻ്റെ മുമ്പിൽ വലിയ പ്രതിസന്ധികൾ മുമ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മൊത്തം സ്തംഭിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോയാൽ എല്ലാവരുടെയും വീട്ടിൽ അടുപ്പ് പുകയാത്ത സാഹചര്യം വരും. പക്ഷേ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മളെ കൊണ്ടാവും വിധമൊക്കെ പാലിക്കേണ്ട ബാധ്യത ഒരു പൗരൻ എന്ന നിലക്കുണ്ട്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമുക്കുണ്ട് എന്നതിനാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമൊക്കെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിലെ നന്മയാലോചിച്ച് നമ്മൾ അതിലൊക്കെ പങ്കാളികളാവുക എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും നമ്മൾ പറഞ്ഞതാണ്. ആ വിഷയങ്ങൾ തന്നെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. അതിൻ്റെ റെക്കോർഡിംഗ് സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകും. ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഒരുപാട് ഉലമാക്കളും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ധാരാളമായി വീഡിയോ സന്ദേശത്തിലൂടെ റെക്കോർഡിംഗ് സന്ദേശങ്ങളിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് നമ്മുടെ കൈകളിലേക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഇന്നത്തെ ആധുനിക സംവിധാനവും ഒക്കെ വെച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ എല്ലാവരും അതാത് സന്ദർഭങ്ങളിൽ കേൾക്കുകയും അതിൻ്റെ ഇസ്ലാമിക വശങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ കേൾപ്പിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ഈ സാഹചര്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഏറ്റവും നല്ല പരിഹാരം എന്നത് നമ്മൾ ഉൾക്കൊള്ളുക. എല്ലാം കൂടി വിശദീകരിച്ച് സമയം ദീർഘിപ്പിക്കുന്നില്ല. അനിവാര്യമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ പള്ളികൾ അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിൽ പിന്നെ വസ്വാസുകൾ ഉണ്ടാകരുത്. പല നിലക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. ഇതൊക്കെ തവക്കുലാക്കിയാൽ പോരെ? തവക്കുലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞത് നീ നിന്റെ ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തവക്കുൽ ചെയ്യാനാണ്. ഒട്ടകത്തെ കഴിച്ചു വിട്ടാൽ അത് അതിലേക്ക് പോകും. പിന്നെ എന്റെ ഒട്ടകം പോയേ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഒട്ടകത്തെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ മുൻകരുതലുകൾ എടുക്കുക. പള്ളികൾ അടച്ചിടണം എന്ന് പറഞ്ഞത് പള്ളിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, ആളുകൾ 10-15 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം. ശാസ്ത്രം ഒരുപാട് വളർന്നിട്ടുണ്ട്, പക്ഷേ ഈ രോഗത്തിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതിനെ പ്രതിരോധിച്ച് അകലം പാലിച്ചുകൊണ്ട് ഇത് പ്രതിരോധിച്ച് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതാണ് തവക്കുലിന്റെ ഒന്നാമത്തെ ഭാഗം. നമ്മൾ ചെയ്യാനുള്ള ഭാഗങ്ങൾ ചെയ്യുക, എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, ഇതിനുള്ള പരിഹാരം തേടുക എന്നതാണ്. ആ നിലയ്ക്ക് നമ്മൾ അതിനെ ഉൾക്കൊള്ളണം എന്നാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ സ്ഥിരം ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പള്ളിയൊക്കെ അടച്ചിടുമ്പോൾ വലിയ വേദന ഉണ്ടാവും. ആർക്കതിൽ സങ്കടം ചെയ്യാതിരിക്കുക?
ഒരു നിലക്കും പള്ളിയിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത വരാത്ത ആളുകൾക്ക് പോലും പള്ളി അടച്ചിടുന്നു എന്ന് കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിലെ ഈമാനിന്റെ കണിക ഉണരും, സങ്കടം ഉണ്ടാവും. പക്ഷേ ഇത് സങ്കടപ്പെട്ട് നമ്മൾ ആശങ്കപ്പെട്ട് പരസ്പരം തമ്മിൽ തല്ലേണ്ട സമയമല്ല. അതുകൊണ്ട് ജമാഅത്തിലൊക്കെ സ്ഥിരമായി പങ്കെടുത്ത ആളുകൾ മനസ്സിലാക്കേണ്ടത്, അവർ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാലും അള്ളാഹു അവന്റെ പ്രതിഫലം അവർക്ക് നൽകുമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ചില കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പറ്റാതെ പോയാൽ അതിന്റെ പ്രതിഫലം അള്ളാഹു തരും. നോമ്പിന്റെ വിഷയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് നോമ്പുകളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ് നമുക്ക് ഖിയാസായി ആ വിഷയത്തിൽ ഉൾക്കൊള്ളാനുള്ളത്. കഅബ പോലും റസൂലുള്ളാഹിന്റെ കാലത്ത് 2-3 ആളുകൾ നിസ്കരിച്ച് അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹജ്ജിന്റെ സമയം അത് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗം കാരണം, യുദ്ധം കാരണം, വിപത്തുകൾ കാരണം പലപ്പോഴായി പള്ളികളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുതിയ സംഭവമല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് സൂചിപ്പിച്ചത്. 10-31 കൊല്ലമായി നമ്മുടെ പള്ളി നടന്നു വരുന്നു. ഇത്തരം ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. നമ്മൾ കൃത്യമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ സൗകര്യം എന്ന നിലക്ക് നമസ്കരിക്കാനുള്ളൊരു സൗകര്യം നമ്മൾ ഇവിടെ തുറന്നിട്ടുണ്ട്. മെയിൻ എൻട്രൻസുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഈ ജുമുഅ ഇത് ബോധ്യപ്പെടുത്തി നമ്മൾ മിക്കവാറും അടുത്ത ജുമുഅ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും. നടത്താൻ പാടില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബാധ്യത എന്ന നിലക്ക് 5-6 ആളുകൾ വന്ന് ഒരു ജുമുഅ ഖുതുബയും നടത്തി പിരിയാന്നല്ലാതെ ആളുകൾ ജുമയിലേക്ക് പോകേണ്ടതില്ല. പക്ഷെ ആളുകൾ ചെയ്യുക, ഇവിടെ ജുമ ഇല്ലെങ്കിൽ അടുത്ത പള്ളി തേടി പോവാണ്. അവിടേക്ക് പോകുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നതാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട പള്ളികളൊക്കെ അടക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പരമാവധി ആ നിർദ്ദേശവും നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. നമ്മുടെ പള്ളിയിൽ തന്നെ ബാങ്ക് കൊടുത്താൽ ഉടനെ ജമാഅത്ത് ആരാണോ ഉള്ളത്, 1-2 ആൾക്കാരാണെങ്കിൽ അവർ ജമാഅത്ത് നിസ്കരിക്കുക, പിരിയുക, അതിന് കൃത്യമായ അകലം പാലിച്ച് ചെയ്യുക. പിന്നെ വരുന്നവർ യാതൊരു കാരണവശാലും ജമാഅത്തായി നമസ്കരിക്കേണ്ടതില്ല. അവർക്ക് ജമാഅത്തിന്റെ പ്രതിഫലം ഉണ്ടാവും. ഒറ്റക്കൊറ്റക്ക് വരുന്നവരാണെങ്കിൽ തന്നെ അവർ ഒറ്റക്കൊറ്റക്ക് സുരക്ഷിതമാണ് നമസ്കരിക്കുന്ന സ്ഥലമെന്ന് ഉറപ്പുവരുത്തി നിസ്കരിച്ച് പിരിയ എന്നുള്ളതാണ് നിർവഹിക്കാനുള്ളത്. പരമാവധി ആളുകൾ ഇപ്പോൾ ജമാഅത്തിന് പള്ളിയിലേക്ക് വരാതിരിക്കുക എന്നതാണ് ദീനിനും നമുക്കും സമൂഹത്തിനും നമുക്ക് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ നന്മ, പുണ്യം കിട്ടുന്ന പ്രവർത്തനം എന്ന് തന്നെ നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത്. റമദാനിലേക്ക് എങ്ങാനും ഇത് നീണ്ടുപോയാൽ നമ്മുടെ ഉള്ളിൽ സങ്കടം തീർത്താ തീരൂല, വിഷമങ്ങൾ തീർത്താ തീരൂല. അത്രമാത്രം സങ്കടങ്ങളിലേക്ക് നമ്മൾ പോകും. അതിനു മുമ്പ് ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നാണ് ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് പള്ളിയിലേക്ക് ആരും വരുന്നില്ല. അങ്ങാടിയിൽ കൂട്ടം കൂടിയാൽ ഇതിന്റെ ഫലം ഉണ്ടാവില്ല. കച്ചവട സ്ഥലങ്ങളിൽ നമ്മൾ കൂടിയിരുന്ന് ബടായി പറഞ്ഞിരുന്ന് രസിച്ചാൽ ഇതിന്റെ ഫലം കിട്ടൂല. അതുകൊണ്ട് വീടുകളിലേക്ക് എളുപ്പത്തിൽ മടങ്ങിപ്പോവുക. വീട്ടിലേക്ക് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങി കയറുമ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ സുരക്ഷിതരാവണം. അതുകൊണ്ട് നമ്മുടെ പരസ്പരമുള്ള സമ്പർക്കങ്ങളിലൊക്കെ വിശുദ്ധിയും വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കൈകളോടൊപ്പം നമ്മുടെ മനസ്സുകൾ കൂടി ശുദ്ധമാക്കുക. പ്രാർത്ഥന നിർഭരമായി അള്ളാഹുവിലേക്ക് അടുക്കുക. തവക്കുൽ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ നന്നാവാനും വീട്ടിലാണെങ്കിലും ഒക്കെ നല്ലത് ചെയ്യാനുമുള്ള സമയമായി ഇതിനെ മനസ്സിലാക്കുക. വൃത്തി നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും കയ്യും കാലും മുഖവും നഖവും ഒക്കെ ഇസ്ലാമിന്റെ കാര്യത്തിൽ തന്നെ അത് വൃത്തിയോടുകൂടി ആകുക എന്നുള്ളത് വലിയ പുണ്യമാണ്. നമ്മൾ നിയ്യത്ത് നന്നായാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും, പ്രതിഫലം ഉണ്ടാകും. നമ്മുടെ വെള്ളവും വായുവും ഭക്ഷണവും ഒക്കെ ശുദ്ധമാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്ന വചനം തന്നെ അത് പ്രസക്തമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. മനസ്സ് ശുദ്ധാക്കുക, മനസ്സ് ഉരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് മനസ്സ് നന്നാക്കുക. അവരല്ലാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. മാത്രമല്ല വയുഹിബ്ബുൽ മുതതഹിരീൻ, തഹൂറായി വിശുദ്ധിയോടുകൂടി നടക്കുക എന്നുള്ളവരെയും അള്ളാഹു വലിയ തോതിൽ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നമ്മെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് കരകയറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഈ പരീക്ഷണ ഘട്ടത്തെ മറികടക്കാനുള്ള എല്ലാവിധത്തിലുള്ള ജാഗ്രതയും തൗഫീഖും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇളവുകളെ ഒക്കെ ഉൾക്കൊണ്ട് അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ സമയം പ്രത്യേകിച്ച് അത് നമ്മൾ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് ദീനിന്റെ യഥാർത്ഥ പാഠങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ദാനധർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത് നമ്മുടെ ആപത്തുകളെ തടയും, നമുക്ക് ഇരട്ടി പ്രതിഫലം നൽകും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തിൽ പലരും വിഷമിക്കുന്നുണ്ടാവും, ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും, പലപ്പോഴും കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും.
നിരവധി ആഘോഷങ്ങളുടെയും കല്യാണങ്ങളുടെയൊക്കെ സമയമാണ്. ഒരുപാട് ആളുകൾ അതിലൂടെ ജോലിയും പണമൊക്കെ സമ്പാദിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ പ്രയാസമുള്ള ആളുകൾ നമ്മുടെ തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് പരസ്പരം സഹായിച്ച് നമ്മൾ ദാനധർമ്മങ്ങൾ നിർവഹിച്ച് അവരൊക്കെ സഹായിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ സഹായിച്ച് മുന്നോട്ട് പോകേണ്ട സന്ദർഭവും കൂടിയാണ്. നമ്മുടെ വീട് പ്രത്യേകിച്ചും ഇസ്ലാമികമായ കാര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ച് പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകളൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോവുക. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. തഹജ്ജുദിന്റെ സമയമൊക്കെ സുബഹിക്ക് തൊട്ടു മുമ്പ് അല്പസമയം മാറ്റിവെച്ച് നമ്മൾ എഴുന്നേറ്റ് നമസ്കരിച്ച് കുടുംബത്തൊക്കെ വിളിച്ചുണർത്തി പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക എന്നതാണ് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്. അള്ളാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് തുടങ്ങിയ അള്ളാഹു നിന്റെ സൃഷ്ടിപ്പാണ്. ഇതൊക്കെ വൈറസൊക്കെ എല്ലാം ബാക്ടീരിയകളൊക്കെ അള്ളാഹിന്റെ സൃഷ്ടിപ്പാണ്. എല്ലാത്തിലും ഖൈറും ഷെറും ഉണ്ടാവും, മനുഷ്യന്മാരിലും ഉണ്ടാവും. അതൊക്കെ ഖൈറും ഷെറും ഉണ്ടാവും. അതിലെല്ലാ സൃഷ്ടിജാലങ്ങളിൽ നിന്നുള്ള ഖൈറിനെ നമ്മൾ ചോദിക്കണം. ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുക. അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന റസൂലുള്ളാഹി പഠിപ്പിച്ച ദുആ നമ്മൾ പ്രാവർത്തികാക്കുക. നമ്മൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ കഠിനമായ പരീക്ഷണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ മാരകമായ രോഗങ്ങളിൽ നിന്നും മാരകമായ വൈറസുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പകർച്ചപ്പനികളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട് നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ പോരായ്മകൾ കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ നീ കഠിനമായി പരീക്ഷിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ധാരാളം സദുദ്ദേശങ്ങളോട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഈ ദുനിയാവിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഭൗതികമായ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ സഹായിയായി ഞങ്ങൾക്ക് നീ അല്ലാതെ മറ്റാരുമില്ല. ഈ വിഷമഘട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ നിനക്കല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹുവെ നീ ഹയ്യാണ്, ഖയ്യൂമാണ്. അള്ളാഹുവെ എല്ലാ തരത്തിലും നീ ഗനിയാണ്, ഹമീദാണ്. നാദാ സർവ്വ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഈ നാടിനെയും രാജ്യത്തെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنة مع الأبرار. اللهم أنت ولينا في الدنيا والآخرة. توفنا مسلمين والحقنا بالصالحين. اللهم رب الناس اذهب البأس اشفي أنت الشاف لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم إنا نعوذ بك من سيء الأسقام. اللهم إنا نعوذ بك من سيء الأسقام. اللهم إنا نعوذ بك من جهد البلاء. اللهم إنا نعوذ بك من درك الشقاء. اللهم إنا نعوذ بك من سوء القضاء. اللهم إنا نعوذ بك من شماتة الأعداء. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآخر دعوانا أن الحمد لله رب العالمين.